പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള സകല ആളുകളും വിലയിരുത്തുന്നത്. ഈ ഒരു റിസൾട്ട് നമ്മുടെ കേരളത്തിന്റെ ട്രെൻഡ് തന്നെ തീരുമാനിക്കുമെന്നാണ്. അതായത് വരുന്ന 2026 നിയമസഭാ ഇലക്ഷനിൽ ജനം എങ്ങോട്ട് തിരിയുമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് തീരുമാനിക്കാൻ പോകുന്നൊരു ഉപതിരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സകല രാഷ്ട്രീയ നിരീക്ഷകരും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആഗ്രഹത്തിനല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഇലക്ഷൻ കമ്മീഷനിലെ റിസൾട്ട് അനുസരിച്ച് ജനം വോട്ട് ചെയ്തതിൻ്റെ 2011 മുതലുള്ള കണക്കുകൾ, വോട്ടുകളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചർച്ച, ഈ ഒരു വോട്ടുകളുടെ എണ്ണം കണ്ടാൽ ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും പാലക്കാട് ആര് വിജയക്കൊടി പാറിപ്പിക്കുമെന്നുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ പറയാം, ഇവിടെ കോൺഗ്രസ് തന്നെ സീറ്റ് നിലനിർത്തുമോ, അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭാരതീയ ജനതാ പാർട്ടി വിജയക്കൊടി പാറിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്ക് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടണമെന്നുള്ള മത്സരത്തിനാണ് അവർ രംഗത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമുക്കങ്ങ് മാറ്റി നിർത്താം. മറിച്ച് കോൺഗ്രസോ BJPയോ ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് 2011 ഇലക്ഷൻ റിസൾട്ട് ഒന്ന് കണക്ക്, BJPക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം ഒന്ന് നമുക്ക് പരിശോധിക്കാം. 2011 BJPക്ക് 22,317 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് 2016 ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഇതേ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് BJPക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 40,076. അതായത് 2011 നിന്ന് 2016 ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ഇരട്ടിയോളം വോട്ടാണ് അധികരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. 20,000 നിന്ന് 40,000 മറികടന്നെത്തിയിട്ടുള്ളത്. അത് 2021 എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ ശ്രീധരനാണ്. അദ്ദേഹത്തിന് 50,220 വോട്ട്. അതായത് 2016 2021 എത്തുമ്പോൾ 10,000 വോട്ട് വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഈ 2021 തിരഞ്ഞെടുപ്പിൽ ഈ കണക്കുകൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഈ 2021 നിയമസഭാ റിസൾട്ട് വന്ന സമയത്ത് 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പോലും തികയ്ക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ഓർക്കണം, 2011 CPM-ന് 40,238 വോട്ടുള്ള CPM 2021 എത്തുമ്പോൾ 36,433 ചുരുങ്ങിയതാണ്. ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഓരോ വർഷത്തിലും ക്രമാതീതമായിട്ട് വളർച്ചയാണ് ഉണ്ടാവുക. എന്നാൽ കോൺഗ്രസിൻ്റെയും ഇടതിൻ്റെയും കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലെ ഈ പറയുന്ന 2021 വിജയിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുകയാണ്, ഈ ഉപതിരഞ്ഞെടുപ്പിൽ കൂട്ടുകച്ചവടത്തിന് ഏതായാലും CPM-ന് നിൽക്കാൻ സാധിക്കുന്നൊരു ഗതിയിലല്ല ഇന്ന് CPM നിൽക്കുന്നത്. കാരണം രണ്ടാം സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ CPM-ന്റെ ഗതി അധോഗതിയാവാനാണ് സാധ്യത. അതുകൊണ്ട് അവർ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് സകല വോട്ടും അവർക്ക് തന്നെ ചെയ്യാനാണ് ഒരുപാട് സാധ്യത. ഇനി വല്ല കച്ചവടവും നടക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ. കച്ചവടം കോൺഗ്രസും CPM-ഉം നടത്തിയിട്ടില്ലെങ്കിൽ ഈ വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും
ആർക്കും തന്നെ വേണ്ട. ഒരു മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് മണ്ഡലത്തെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ കൂട്ടുകച്ചവടം, ഇടത് വലത് കൂട്ടുകച്ചവടം നടന്നിട്ടില്ലെങ്കിൽ 100% ഉറപ്പ് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA വരുമെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഇലക്ഷന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ വളരെ കൃത്യമായിട്ട് കണക്കുകൾ മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് റിസൾട്ടിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് സകല ആളുകളും മനസ്സിലാക്കാൻ കാത്തിരുന്നോളൂ.